പാകിസ്ഥാൻ നാഷണൽ ഹോക്കി മെൻസ് ടീമിൻ്റെ ഡെയിലി അലവൻസ് എത്രയാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയേക്കാൾ കുറവ്. അതായത് ഡെയിലി 1000 പാകിസ്ഥാനി രൂപ. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താലോ വെറും 300 മുതൽ 350 ഇന്ത്യൻ രൂപ. ഒരു നാഷണൽ ടീമായതുകൊണ്ടാണ് കേട്ടോ ഇത് ന്യൂസായത്, സാധാരണ ടീമല്ലല്ലോ. പക്ഷേ ഇതിനെതിരെ പാകിസ്ഥാനി പ്ലെയേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ അലവൻസ് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ്. ഒരു കാലത്ത് ലോക ഹോക്കിയെ ഡോമിനേറ്റ് ചെയ്ത ടീം, ഒളിമ്പിക് ഗോൾഡ് മെഡൽ, വേൾഡ് കപ്പ് വിക്ടറീസ്, ഏഷ്യൻ ഡോമിനൻസ് ഇവയൊക്കെ സ്വന്തമാക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ഇന്ന് ആ സെയിം ടീമിനെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്ത വളരെ പരിതാപകരമാണ്. ഒരു കാലത്ത് വേൾഡ് ചാമ്പ്യന്മാർ ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങാൻ കാരണമെന്താണ്? പുവർ അഡ്മിനിസ്ട്രേഷൻ, ഫ്രീക്വൻ്റ് ലീഡർഷിപ്പ് ചേഞ്ച്, പ്ലാനിംഗ് ഇല്ലായ്മ, ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഹോക്കി ഫെഡറേഷനെ വീക്കാക്കി. മറ്റൊരു കാരണം ക്രിക്കറ്റ് ഡോമിനൻസ് ആണ്. സ്പോൺസർഷിപ്പ്, മീഡിയ അറ്റൻഷൻ, കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കൂടുതലായി ക്രിക്കറ്റിലേക്കാണ് പോകുന്നത്. ഒരു കാലത്ത് ലോക ഹോക്കിയെ ഭരിച്ച പാകിസ്ഥാൻ ഇന്ന് സ്വന്തം നാഷണൽ പ്ലെയേഴ്സിന് പ്രോപ്പർ അലവൻസ് പോലും നൽകാൻ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിലാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻ്റർനാഷണൽ അപ്ഡേറ്റ്സിനായി ചാനൽ ഫോളോ ചെയ്യൂ.